അവരെല്ലാരും എത്ര ജോബ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അത്ര ജോബ്സ് കൊടുക്കുന്നില്ലെങ്കിലും ഫ്യൂച്ചറിൽ എന്തായാലും കൊടുക്കും. നമ്മുടെ സ്കൂളുകളിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടോ ഇപ്പം? ഇല്ല, ഇല്ല, എന്തായാലും വേണം. അതൊരു വലിയ ഡിഫക്റ്റാണ്. എല്ലാവരും റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലോകത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട മറ്റ് ആളുകളെല്ലാം നമ്മുടെ സ്കൂളുകളിലാണുള്ളത്. അതായത് അവരിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈയിടെ ഇത് വന്നായിരുന്നല്ലോ, 9ാം ക്ലാസ് വരെ ഫുൾ ചാപ്റ്റേഴ്സ് എല്ലാം റീവാമ്പ് ചെയ്തായിരുന്നു ഗവൺമെന്റ്. എന്നിട്ട് ഞാൻ IT-യുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി, ഇപ്പൊ പഴയ കാര്യങ്ങളാ. ലൈക്ക് ലിവർ ഇത് മനസ്സിലാക്കേണ്ടതാണ് എല്ലാവരും. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകേണ്ട പാഠപുസ്തകങ്ങളിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങൾ വരുത്തുന്നില്ല എന്നുള്ളത്. അത് ഡെഫിനറ്റ്ലി റൗണ്ട് അഭിപ്രായത്തിൽ അതൊരു വലിയ ഇപ്പോഴും മനസ്സിലാക്കുക. ഈ ഒരു ബുക്ക് റിവൈവ് ചെയ്ത് വന്നിട്ടും അതിനകത്ത് ഈ പറയുന്ന മാറ്റത്തിനെ പറ്റി ഇല്ല. എന്നിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞവരും ഇവരുടെ പേരൻസും ഒക്കെ പഠിക്കണമെന്നും പറഞ്ഞ് പോവുകയാണ്. ലൈക്ക് ഇപ്പത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡിഫക്റ്റ് തന്നെയാണ്. ലൈക്ക് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ വെച്ച് അതിന് അപ്ഡേറ്റ് ആകാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്സ് മുമ്പത്തെ കാലത്ത് ഇത് അത്രയും നീഡനില്ലായിരുന്നു, ഇത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ മാറത്തില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു ഏജില് ഒരു ദിവസം AI-യുടെ ChatGPT ആണെങ്കിൽ അടുത്ത ദിവസം വേറെ ആയിരിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമാജിൻ ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ വന്നു ChatGPT, ബെസ്റ്റ് AI, ഹിയർ ആർ സം AI ടൂൾസ്. അടുത്ത ദിവസം ബെറ്റർ AI ടൂൾസ് വരും. അത് അവർക്ക് ടെക്സ്റ്റ് ബുക്ക് പിന്നെയും എടുത്ത് എഴുതാൻ പറ്റില്ലല്ലോ. പക്ഷെ നമുക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അവരുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പോകുന്നതിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ IT അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ കൂട്ടത്തിൽ സ്കൂളുകളിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്നത് നല്ലതല്ലേ? അങ്ങനെയാണ്. അത് ഒരു സ്കൂളിന് ഇൻഡിപെൻഡന്റ്ലി ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ? കറക്റ്റ്. ഇപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സിന് വേണ്ടി ഒരു കാര്യം ഇതുള്ള ജെമിനി ഇല്ലേ, ഗൂഗിളിലെ, അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ യെസ്, ഒബ്വിയസ്ലി റിയലി ഗുഡ്, അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. സോ യെസ്. പക്ഷേ AI ഉപയോഗിക്കുന്ന എക്സ്പേർട്സിന് എത്രത്തോളം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവും? റിയലി ലെസ്. എന്റെ ഒരു അത് വെച്ചിട്ട് ലൈക്ക് എനിക്ക് തോന്നി അത്ര ആൾക്കാർ ഇപ്പോഴും ഉപയോഗിക്കാറില്ല. ആൻഡ് ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. കാരണം അവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ ഈ പറയുന്ന മെസ്സേജ് അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോളജ് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ്. വൺ ഓഫ് ദ റീസൺ ഞാൻ ഈ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും കോണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സുകളും എടുക്കുന്ന ഇസ് ട്രൈങ് ടു സ്പ്രെഡ് അവയർനെസ് ടു. ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ IT സെക്ടറിൽ ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭാവിയിൽ ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഗെയിമർ ആവണം, ഗെയിം ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ കൂടുതലും ഗെയിംസിലും ഒക്കെ ആയതുകൊണ്ട് ഗെയിം ഡെവലപ്പ് ചെയ്യണം എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ രാഹുലിനോട് ചോദിക്കുന്നത്, അപ്പം എന്ത് സജഷനാണ് അവർ അതുപോലെയുള്ള ഇപ്പോൾ ഒരു ഫ്യൂച്ചർ സെലക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ആഫ്റ്റർ 10th +2 ദെൻ അവരെന്തിലേക്കാണ് പോകേണ്ടത്? പേരൻസിൻ്റെ ഒരു പ്രഷർ അനുസരിച്ചാണോ പോവേണ്ടത്, അതോ സ്വന്തം ഇഷ്ടപ്രകാരമുള്ളൊരു പാഷൻ ചൂസ് ചെയ്യണം? അഥവാ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ പ്രോപ്പറായിട്ടൊരു കാര്യം ചൂസ് ചെയ്യാൻ AI സെക്ടറിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഞാൻ AI സെക്ടറിന്റെ ആളിലും കൂടുതലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തന്നെ ചൂസ് ചെയ്യണം. ബിക്കോസ് ഇഷ്ടമുള്ള കാര്യം ചെയ്താൽ അതൊരു ജോലിയായിട്ട് എടുക്കല്ലേ. ഞാനിപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ഓരോ ദിവസം ഞാൻ പോയി ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതൊരു ജോലിയായിട്ട് എടുക്കാം. ലൈക്ക് എടുത്ത നമ്മൾ പോയി പഠിക്കണ്ട. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് യെസ്, പേരൻസ് പറയുന്നത് അത് അവരുടെ ഒപ്പീനിയൻ എന്തായാലും കേൾക്കണം. പറയുന്ന ഒരു കാര്യം കാരണം എടാ ഇത് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് അവർ പറയുന്നു, യെസ്. പക്ഷെ പ്രഷർ വെച്ച് പോലെ എന്താ ഫുൾ ലൈഫ് പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യും, ഓ ഇതെടുത്തെങ്കിൽ എങ്ങനെ ആയേനെ. അപ്പം സ്വന്തം കാര്യം നോക്കണം. അപ്പൊ ഭാവിയിൽ ഈ ജോലിയുടെ സാധ്യതകളിൽ 2 സെക്ടറിലാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് ഓപ്ഷൻസ് വരുന്നത്. ഞാൻ ചോദിക്കുകയാണ്, അതായത് ഒന്ന് ഈ AI അല്ലെങ്കിൽ റോബോട്ട് ഇതിൻ്റെ ഒരു മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഇൻവെൻറ്റ് ചെയ്യുന്നവർ, ഈ ഒരു റോബോട്ടോ അല്ലെങ്കിൽ ChatGPT, ജെമിനി അതെങ്ങനെയാണ് ഇൻവെൻറ്റ് ചെയ്യുന്നു എന്നുള്ള ആളുകൾ, അതായത് അതൊരു സെക്ടറിലുള്ളവരും. മറ്റൊരു സെക്ടറിലുള്ള അതെന്ന് വെച്ചാൽ ഇത് ഇൻവെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗിക്കുന്നവരും. ഈ ഒരു 2 സെക്ടറായിരിക്കും മേ ബി ഇൻ ഫ്യൂച്ചറിൽ കൂടുതലും ജോലി സാധ്യതകളുള്ളത്. കാരണം കൂടുതൽ AI റോബോട്ട്സ് ഓർ AI സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സും വേണ്ടി വരും. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോംപ്റ്റിങ്ങും ഈ പറയുന്ന വാട്ട് എവർ ദ അപ്ഡേഷൻസ് ഈ പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുവരുന്നുണ്ടോ അതനുസരിച്ച് ഉപയോഗിക്കാൻ അറിയാവുന്നവരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിലുള്ള IQ ലെവലായിരിക്കുമല്ലോ. കാരണം ഇതിൻ്റെ ഒരു
ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്തൊക്കെയായിരിക്കും ഏകദേശം പഠിക്കേണ്ടി വരുന്നത്? ഇപ്പൊ AI കുറെ ജോബ്സ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കുറെ AI ടൂൾസ് ഇറങ്ങിയിട്ടുണ്ട്, AI മോഡൽസ് ട്രെയിൻ ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ചിലപ്പം AI ഉണ്ടാക്കാണ്ട് ജോലിയും വേണേ പോവാം. അപ്പൊ നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന്റെ വന്ന ആ സ്റ്റാർട്ടിങ് സ്റ്റേജില കുറെ ജോലി പോയിക്കൊണ്ടിരിക്കുക. എന്താ വരാൻ പോണ്ടെന്ന് ആർക്കും അറിയത്തില്ല. സോ നമ്മൾ ആ ഒരു സ്റ്റേജിലാണ്. സോ എനിക്ക് ഇപ്പോഴും ഐ കാണ്ട് ഓൾസോ സജസ്റ്റ്. ഞാൻ തന്നെ ഇപ്പൊ മിക്കവാറും ലൈക്ക് കോമേഴ്സ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ബിക്കോസ് ഫിനാൻസിന്റെ സൈഡ് അറിയാൻ വേണ്ടി ഇൻ ദ ഫ്യൂച്ചർ. കഴിഞ്ഞാൽ ഈ സയൻസിന്റെ അതിനകത്ത് AI നമുക്ക് അറിയാൻ പറ്റില്ല എടുക്കണോ വേണ്ടയോ. ബിക്കോസ് കുറെ കാര്യം ചേഞ്ച് ആകാനും പറ്റും. ഓക്കെ, AI ക്രൈംസിനൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ? AI പറഞ്ഞില്ലേ എല്ലാ സ്ഥലത്തും വരാൻ എല്ലാ സ്ഥലത്തും, ഇൻക്ലൂഡിങ് സർജറീസ്. സർജറി ചെയ്യുമ്പോൾ അവിടെ ക്യാമറ ഉണ്ട്. എങ്ങനെ നല്ലതായിട്ടാണോ ചെയ്യേണ്ടതെന്ന് ആ AI ക്യാമറ അത് എവിടെ നല്ലതായിട്ടാണോ ചെയ്യുന്നത്, എറർ ഉണ്ടോ ആ ക്യാമറ കണ്ട് നമ്മുടെ അടുത്ത് പറയും. അങ്ങനെ വന്നിട്ടുണ്ട്. ക്രൈംസിൽ ലൈക്ക് ദർ ആർ ഹ്യൂജ് പോസിബിലിറ്റീസ്. ഇപ്പൊ തന്നെ ഇലക്ഷന്റെ മുമ്പേ ആമിർ ഖാൻ ആണെന്നാ തോന്നുന്നത്, ആമിർ ഖാന്റെ ഡീഫേക്ക് ഉണ്ടാക്കിയിട്ട് ആ ഡീഫേക്കിനെ കൊണ്ട് ഐ സപ്പോർട്ട് എ സർട്ടൻ പാർട്ടി എന്ന് പറഞ്ഞ് ഇത് പ്രൊമോട്ട് ചെയ്യിപ്പിച്ചു. അത് കഴിയുമ്പോൾ പറഞ്ഞു ആമിർ ഖാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ റാൻഡം ആള് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ. പക്ഷെ ആമിർ ഖാൻ അല്ലല്ലോ പറഞ്ഞേ. ഇതിന്റെ ഒരു നല്ല വശം അതാണ്. ഇപ്പം വെരി റീസെന്റ് ഇതിന്റെ ഒരു മോശം വശമാണ് ഇപ്പൊ പറഞ്ഞത്. ഇതിന്റെ ഒരു നല്ല വശം ഇപ്പൊ പറയാനാണെങ്കിൽ അതേ ഡീപ് ഫേക്ക് വെച്ച് തന്നെ ഇപ്പൊ ഇന്ത്യൻ 2-ല് നമുക്ക് 2 ക്യാരക്ടേഴ്സിനെ തിരിച്ചു കിട്ടി അല്ലേ? അത് ഒരു നല്ല വശമാണ്. ലൈക്ക് ഇപ്പൊ കാഡ്ബറിയുടെ കുറച്ചാൾ മുമ്പ് ആഡ് ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാരെ ഷാറുഖ് ഖാന്റെ ഡീഫേക്ക് ഉണ്ടാക്കി എന്നിട്ട് ഒരാൾക്ക് ചുമ്മാ പോയിട്ട് ആളുടെ കടയുടെ പേരും ആളുടെ പിൻകോഡും കൂടെ ഇട്ട എന്താ ആ കട എന്ന് വെച്ച് പറഞ്ഞ ഷാറുഖ് ഖാൻ അവരെ പ്രൊമോട്ട് ചെയ്യും. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് അംബാസിഡർ ഫ്രീ ആയിട്ട് ഒരു സാധാരണ ദുക്കാൻ വാലാനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചുമ്മാ വായില് അത് പറയിപ്പിച്ചാൽ മതി, എൻട്രി ചെയ്ത് കൊടുത്താൽ മതി, പറയിപ്പിച്ചാൽ മതി. ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങളുടെ അക്കാഡമിക്ക് ഇതുപോലെ തന്നെ സൗരവ് ഗാംഗുലിയുടെ ഒരു പ്രോംപ്റ്റ് അവർ തരുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇരുന്നപ്പം നമുക്കത് തോന്നി ഇതെങ്ങനെ എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മാത്രമേ നമുക്ക് ചേഞ്ച് ആവുന്നുണ്ടായിരുന്നുള്ളൂ. അത് മേ ബി അന്നത് വന്ന സമയത്ത് നമ്മൾ അത്രയും മനസ്സിലാക്കിയില്ല. പിന്നീടാണ് ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പം ഞാനൊരു ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. AI ഉപയോഗിച്ച് പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ മുന്നോട്ടേക്ക് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും റൗൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കും? ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പൊ തന്നെ ഞാനിപ്പോ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ന്യായ സാത്തി എന്ന് പറഞ്ഞ. ബേസിക്കലി അതൊരു ലോയർ ബോട്ടാ. ആ